നമസ്കാരം. വോട്ടിലെ പെൺവീറ് ഇപ്പോൾ മലപ്പുറം മണ്ഡലത്തിലാണ്. എന്നോടൊപ്പം 2 വനിതാ നേതാക്കൾ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സനബ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം സംഘടനയായിരുന്ന ഹരിതയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീർ. PK സനബ, ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണല്ലോ. ഇപ്പോൾ വനിതാ സംവരണം നിയമമായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വനിതകൾക്ക് എത്ര പ്രാതിനിധ്യം എന്ന ചർച്ചയിലാണ് ഈ പരിപാടി എപ്പോഴും തുടങ്ങുന്നത്. ഇപ്പോൾ CPM അതിനൊരു മാതൃക കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ മാതൃക ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല. വനിതാ സംവരണം നടപ്പായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. വനിതാ സംവരണ ബില്ല് നിയമമായി, പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള റൂൾസോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ ഒന്നും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വനിതാ സംവരണം ഒരു 10 വർഷത്തേക്കെങ്കിലും ഇനി നടപ്പാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ CPM ആണ് മാതൃക കാണിക്കേണ്ടതെന്ന് പറയുമ്പോഴും CPM ആണ് അല്പമെങ്കിലും ഇപ്പം മാതൃക കാണിച്ചിട്ടുള്ളത്. 15 സീറ്റിൽ 2 പേരെ വനിതകളെ കേരളത്തിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് CPM ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ 3 പേര് മത്സരിക്കുന്നുണ്ട്. CPIയും ഒരു വനിതയാണ് നിർത്തിയിട്ടുള്ളത് വയനാട്ടിൽ. അപ്പോൾ മാതൃക കാണിക്കേണ്ടത് അല്ല, സംവരണം പൂർത്തിയായി എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മലപ്പുറം പോലൊരു മണ്ഡലത്തിൽ PK സനബ ഇവിടെ തട്ടമിടാണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അഹമ്മദിനെ പോലുള്ള ശക്തനായ നേതാക്കളോട് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് സാധ്യമാകുന്നത്? മലപ്പുറത്ത് പ്രത്യേകിച്ച് തട്ടമിടാതെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നജ്മയ്ക്കും കുറച്ച് പറയാനുണ്ടാവും. അതല്ല, തട്ടം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. വസ്ത്രധാരണം എന്നുള്ളത് ഇന്ത്യയിൽ വസ്ത്രസ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ കാലാവസ്ഥക്കനുസരിച്ച് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊരു വിമർശനമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം എല്ലാവരും ഒരേ ധാരയിലൂടെ നടക്കുമ്പോൾ വേറൊരാൾ കുറച്ച് വഴി തെറ്റി നടക്കുമ്പോൾ ആ ധാര മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ വരും. പക്ഷേ ഞാൻ കാണുന്നത് എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രം, അത് എനിക്ക് കാലാവസ്ഥക്കും എൻ്റെ സൗകര്യത്തിനും അനുസരിച്ച് ധരിക്കാൻ പറ്റുന്നൊരു വസ്ത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ അതൊരു അങ്ങനെയുള്ളൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ സമസ്തയുടെ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ തട്ടം വിവാദം ഉണ്ടായല്ലോ. BP സുഹ്ര തട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നു. അതിനു മുമ്പ് തട്ടമിടാതെ നടക്കുന്ന സ്ത്രീകൾ മോശക്കാരികളാണെന്നുള്ള പ്രതികരണം വന്നു. ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ CPM അന്ന് അനിൽകുമാർ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു. തട്ടമിടാതെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം പാർട്ടി ഉണ്ടാക്കി. അത് പറഞ്ഞ് തട്ടമിടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതല്ല, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്കകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇടപെടേണ്ട കാര്യമില്ല. അത് പൊളിറ്റിക്സേ അല്ല. പൊളിറ്റിക്സ് വേറൊരു മാനമുള്ളതാണ്. മറ്റത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും രാഷ്ട്രീയവും കൂട്ടി കലർത്തേണ്ട യാതൊരു കാര്യവുമില്ല. തട്ടമിടുന്നവർക്ക് അതിട്ട് നടക്കാം. പക്ഷേ ഇടാത്ത ആളുകളെ ആക്ഷേപിക്കുന്നതും ശരിയല്ല, ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇടാൻ അനുവദിക്കാതിരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. നജ്മയെ സംബന്ധിച്ച് തട്ടമിടുന്നതാണ് നജ്മയുടെ സ്വാതന്ത്ര്യം. അത് ഇടുക എന്നുള്ളത് നജ്മയുടെ താല്പര്യമാണ്. ഇപ്പോൾ ആ വിഷയത്തിലുണ്ടായ ആ ഒരു സമരമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. സുഹ്രയുടെ സമരം, തട്ടം ഒഴിവാക്കി, സാരി തലയിൽ മൂടിയിട്ടാണ് എപ്പോഴും നടക്കാറ്, അത് ഒഴിവാക്കിക്കൊണ്ട് അവർ നടക്കുന്നു. അതിനുശേഷം ചില നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ, അതിനോടൊക്കെയുള്ളൊരു നജ്മയുടെ വ്യക്തമായ അഭിപ്രായം എന്താണ്? പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ജീവിച്ച് വളരുന്ന സാഹചര്യങ്ങളിൽ ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് തട്ടമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് അത് ഇടണമെന്നോ ഇടണ്ട എന്നുള്ളൊരു പ്രഷർ എൻ്റെ ജീവിതത്തിലോ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ തലമുറയിലോ കാണുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അഥവാ തട്ടമിട്ട പെൺകുട്ടികൾ കയറണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ തട്ടമിടാത്തവർ മോശക്കാരാണ്. ഇതിനൊക്കെ എതിരെ ഞങ്ങൾ ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട്, അതാത് സമയങ്ങളിൽ. കാരണം നമ്മളങ്ങനെ ഞാൻ തട്ടമിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ സ്റ്റേജിൽ കയറുന്നു, സംസാരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇതേ വസ്ത്രധാരണത്തിൽ കൂടി തന്നെ പോകുന്നു. ഇതിലെല്ലാം നമുക്ക് സ്പേസ് ഉണ്ടാവുന്നു. എന്നാൽ വളരെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രസ്താവനകളും ഉണ്ടാകുന്നു. അപ്പോൾ ആ പ്രസ്താവനകൾ നമ്മളെയും കൂടി അപമാനപ്പെടുത്തുന്ന രൂപത്തിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതങ്ങനെയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്, അല്ലെങ്കിൽ അതുണ്ടായി വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് കാര്യമായി പ്രതിഫലിക്കുക എന്നാണ് തോന്നുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സമരങ്ങളിലേക്ക് വരുമ്പോൾ CA വിരുദ്ധ സമരം, അതിശക്തമായ ഒരു സമരത്തിന് ശേഷം
അത് തൽക്കാലം നിർത്തിവെച്ചിരുന്നു. അങ്ങനെ അത് നിർത്തിവെക്കുകയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അതിൽ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നാണ് ലക്ഷ്മിക്ക്? ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം CAA പോലെയുള്ള ഒരു നിയമം നടപ്പിൽ വരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കേണ്ട ആവശ്യമില്ല. അതും എന്താ പറയുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും വില നൽകാതെ ഇങ്ങനെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അത് അവരുടെ ഒരു ഇൻസെക്യൂരിറ്റി കാണിക്കുന്നുണ്ട്. ആ ഇൻസെക്യൂരിറ്റി പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ഈ അജണ്ടകൾ, മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള, ന്യൂനപക്ഷങ്ങൾക്കെതിരെയായിട്ടുള്ള, മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഭരണഘടനയൊന്നും വേണ്ട എന്ന് പറയുന്ന ഈ ഒരു ബോധം ജനങ്ങൾക്കുണ്ട് എന്നതിൽ അവർ അസ്വസ്ഥരാണ്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും ചർച്ചയാകുക എന്നാണ് തോന്നുന്നത്? പക്ഷേ ഇവിടെ ചർച്ചയാകാൻ പോകുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം 2 ടേമായി LDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ആ അധികാരത്തിൽ വന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ. ഇപ്പോൾ CAA ചർച്ച വരുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു പൊള്ളത്തരം തിരിച്ചറിയുന്നുണ്ട്. CAA നിയമം ഉണ്ടാക്കുന്നു, അതേസമയം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അന്ന് രാത്രി തന്നെ വലിയ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ഞങ്ങളിത് നടപ്പിലാക്കുന്നില്ല എന്ന് പിണറായി വിജയൻ്റെ വലിയ പ്രസ്താവന വരുന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അന്ന് സമരം ചെയ്ത 1000-700 ആളുകളുടെ കേസുകൾ ഇപ്പോഴും പിൻവലിക്കാതെ കിടക്കുന്നുണ്ട്. ആ കേസുകളൊക്കെ ഞങ്ങൾ തീർപ്പാക്കുന്നു പറഞ്ഞ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഇതിവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്, ഇതിൽ ഭീതിതരാവണ്ട എന്ന് പറയുന്നത്. അതിലെ പൊള്ളത്തരങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ തന്നെയുണ്ട്. ഇപ്പോൾ RSSനെ BJPയെ നമ്മൾ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകരുന്ന ഒരുപാട് നിലപാടുകൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാമ്പത്തിക സംവരണത്തിൻ്റെയൊക്കെ കാര്യം. സാമ്പത്തിക സംവരണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം വലിയൊരു ജനാധിപത്യ വിരുദ്ധതയാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ വിരുദ്ധതയാണ്. സംവരണം എന്ന കോൺസെപ്റ്റിനെതിരാണ്. സംവരണം എന്നുള്ള കോൺസെപ്റ്റ് മരിച്ചു. അതോടുകൂടി തന്നെ അത് ഇല്ലാതായി പോവാണ്. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് സാമ്പത്തിക സംവരണം എന്നുള്ളൊരു ആശയം വന്നപ്പോൾ തന്നെ അത് നടപ്പിലാക്കി കഴിഞ്ഞു നമ്മൾ. പിന്നെ സ്വാഭാവികമായിട്ടും ആ അസംതൃപ്തിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിഴലിക്കും. കാരണം നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഏതാണ് ഏറ്റവും മികച്ച കക്ഷി, അല്ലെങ്കിൽ ആരാണ് ഇരട്ടത്താപ്പ് കാണിക്കാത്ത കക്ഷി എന്നുള്ള ചോദ്യം ഒരു വോട്ടറുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. സൈനബയ്ക്ക് ഇക്കാര്യത്തിൽ മറുപടി ഉണ്ടാകുമല്ലോ. ഇപ്പോൾ CAA വിരുദ്ധ സമരം, CAA വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് ഒരുമിച്ച് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ്. ആദ്യം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ച സംസ്ഥാനമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വന്ന സമരങ്ങളുടെ കാര്യത്തിലെടുത്ത കേസുകൾ, ഇപ്പോൾ 700-ലധികം കേസുകൾ ഇപ്പോഴും ആ കേസ് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കേസുകളെ പിൻവലിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ സമരത്തിൽ പോലും ആ രൂപത്തിൽ കേസെടുത്തു. 63 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു ആത്മാർത്ഥത കുറവുണ്ടോ എന്ന് സ്വാഭാവികമായി അവർ സംശയിക്കുമല്ലോ. ഇല്ല, കേസ് എടുക്കുന്നതെന്നുള്ളത്, കാരണം നമ്മുടെ നാട്ടിൽ പ്രകടനം നടത്തിയ കേസെടുക്കണം എന്നുള്ള വിധിയടക്കം ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെയൊക്കെ വിധിയടക്കമുണ്ട്. ഞങ്ങളുമൊക്കെ ഒരുപാട് കേസുകളിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇടതുപക്ഷക്കാരൊക്കെ കേസൊന്നും സുരക്ഷിതരാണെന്നുള്ളത് ധരിച്ചു പോകണ്ട. എല്ലാവരുടെ പേരിലും പ്രകടനം നടത്തിയാൽ പോലും മുൻകൂട്ടി അനുമതി വാങ്ങാത്ത പ്രകടനത്തിന് പോലും എടുക്കേണ്ടി വരുന്ന സമ്മർദ്ദമുള്ളൊരു നാടാണ് നമ്മുടേത്. കാരണം നിയമം അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇപ്പം നേരത്തെ പറഞ്ഞ CAA-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളിൽ ക്രിമിനൽ കേസുകളായി വന്നിട്ടുള്ള പൊതുസ്വത്ത് നശിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ പിന്നെ നേരിട്ടുള്ള ആക്രമണങ്ങൾ, നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്, അത്തരം കേസുകളാണ് പിൻവലിക്കാതിരുന്നിട്ടുള്ളത്. അത് കോടതിയിൽ വരുന്ന സമയത്ത് അതിൻ്റെ മുറക്ക് അത് പരിശോധിച്ചിട്ട് തുടർ നടപടികൾ എടുക്കുകയാണ് ചെയ്യുക. അതല്ലാതെ പൊതുസ്വത്ത് നശിപ്പിച്ചിട്ടുള്ള കേസുകളൊന്നും അങ്ങനെ പിൻവലിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം വളരെ കൃത്യമായ മുൻകാലങ്ങളിലുള്ള വിധികളുണ്ട്. അതിനകത്ത് പറയുന്നത് ആരാണോ ഇത് നഷ്ടപ്പെടുത്തിയത് അവർ അതിൻ്റെ പണം കെട്ടിവെച്ചാൽ മാത്രമാണ് ജാമ്യം പോലും കിട്ടുന്നത്. അതിപ്പോൾ ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും അതിൻ്റെ രീതിയിൽ ആ കേസുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ UDFൻ്റെ കാലഘട്ടത്തിൽ എടുത്ത ഒരുപാട് കേസുകൾ ഇപ്പോഴും കോടതിയിൽ ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ കയറി ഇറങ്ങുന്നുണ്ട്. ആ കേസുകൾ അങ്ങനെ പിൻവലിക്കണം. വിഷയം ഓരോരുത്തരും അവരവരുടെ ഓരോ ഘട്ടങ്ങളിലും തീരുമാനിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. CAA എന്നുള്ളത് ശരി തന്നെയാണ്. CAA എന്നുള്ള കാര്യത്തിൽ CAA-യിൽ ഏകമായ അഭിപ്രായമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ CAA-യും പിന്നെ അതുപോലെയുള്ള നിയമങ്ങളും ഒക്കെ പാർലമെന്റിനകത്ത് പാസ്സാക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന പാർലമെന്റ് മെമ്പർമാരാരാ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 MP-മാരുണ്ടല്ലോ. അവർ ഈ പറഞ്ഞ പിന്നെ രജിസ്റ്ററിനെ സംബന്ധിച്ചുള്ള ചർച്ചയൊക്കെ നടക്കുമ്പോൾ ഘോരഘോരം പ്രസംഗിച്ചിട്ട് വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ വോട്ട് ചെയ്യാനുണ്ടായത് ഏക ഹാരിഫ് മാത്രമാണ്.
പാർലമെൻറ്റിനകത്ത് നിയമം കൊണ്ടുവരുമ്പോൾ ഈ NPR-അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചയിലൊക്കെ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. എവിടെയാണ് പ്രതികരിക്കേണ്ടത്? അവിടെ ആരിഫ് എന്ന് പറയുന്ന CPIM-ൻ്റെ പാർലമെൻറ്റ് മെമ്പർ ഒഴികെ ഒരാളും എതിർത്ത് വോട്ട് ചെയ്തില്ല. പ്രതിപക്ഷം ഒന്നടങ്കം ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി, പക്ഷേ CPM ഇറങ്ങിപ്പോയിട്ടില്ല. രാജ്യസഭക്കകത്ത് വോട്ട് ശബ്ദ വോട്ടോടെ പാസ്സാക്കി, പക്ഷേ ആ ശബ്ദ വോട്ടോടെ പ്രതികരിച്ചുകൊണ്ട് എതിർത്ത് ഉള്ള ശബ്ദമാണ് CPIM-ൻ്റെ പാർലമെൻറ്റ് മെമ്പർമാർ, രാജ്യസഭാ മെമ്പർമാരുണ്ടായത്. അവിടെയൊക്കെ മറ്റുള്ളവരെ വോട്ടിനിട്ടില്ല എന്നുള്ളത് വോട്ടിനിടാത്തതിലും പ്രതിഷേധിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എടുക്കുന്നൊരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. അന്ന് സംഭവിച്ചിട്ടുണ്ടായത് എന്താണ്? കൃത്യമായിട്ട് അതിൽ എതിരഭിപ്രായം പറഞ്ഞ് അത് തന്നെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു എന്നോ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കുന്നൊരു മെസ്സേജ് നൽകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മൊത്തമായിട്ട് പ്രതിപക്ഷം മുഴുവൻ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയ വിഷയമാണ്. ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടോ? കാരണം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല. ബഹിഷ്കരണം വേറൊരു വിഷയമാണ്. ബഹിഷ്കരിക്കുന്നതും വോട്ട് ചെയ്യുന്നതും രണ്ടും രണ്ട് തന്നെയാണ് ജനാധിപത്യത്തിൽ. വോട്ട് ബഹിഷ്കരിച്ചു പോയതുകൊണ്ട് അവിടെ എന്തെങ്കിലും രേഖപ്പെടുത്തപ്പെടുന്നില്ല. വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ പാർലമെന്റ് മെമ്പർ വോട്ട് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇല്ല, അതിൽ പല കാര്യങ്ങളിലും ഒരുമിച്ച് തീരുമാനം എടുത്താൽ പോലും നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊരു പ്രായോഗിക പ്രശ്നം ഉണ്ടല്ലോ കേരളത്തെ സംബന്ധിച്ച്. പക്ഷേ അതിൽ പ്രതിപക്ഷത്തിന് ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് കോൺഗ്രസോ മറ്റ് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ ഇറങ്ങിപ്പോകുന്നത് പോലെയല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഒരു കാരണവശാലും ഇറങ്ങിപ്പോവുകയല്ല വേണ്ടിയിരുന്നത്, അവിടെ വോട്ട് രേഖപ്പെടുത്തുകയാണ് വേണ്ടിയിരുന്നത് എന്നുള്ള അഭിപ്രായം. മുന്നണിയുടെ തീരുമാനമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് കൃത്യമായൊരു മുന്നണിയുടെ തീരുമാനമായിരുന്നു. ഇങ്ങനെയൊരു നിയമം വരുമ്പോൾ അതിൽ ഇരിക്കുക തന്നെ ചെയ്യരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ നിലപാട്. അങ്ങനെ തന്നെയാണ് പാർലമെൻറ്റ് മുഴുവനായിട്ടും. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, ഒരുപാട് ജനാധിപത്യ കക്ഷികൾ എല്ലാവരും അത് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും അതിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തത്. അത് കൃത്യമായൊരു മുന്നണിയുടെ നിലപാടായിക്കൊണ്ട് കൃത്യമായ ശക്തമായൊരു പ്രതിപക്ഷമായിക്കൊണ്ട് ചെയ്ത ഒരു എന്താ പറയുക ആക്റ്റായിരുന്നു. അതിലേതെങ്കിലും തരത്തിൽ സംശയത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. ഈ പാർട്ടിയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിനകത്തെ സ്ത്രീ പ്രാതിനിധ്യം എത്ര എന്ന വിഷയം വരുമ്പോൾ വളരെ ചുരുക്കം നേതാക്കളേ ഉള്ളൂ നമുക്ക് പറയാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ നൂർബിന റഷീദിനെയൊക്കെ കണ്ടിരുന്നു. അവരൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിരമിക്കാനുള്ളൊരു മനസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇലക്ഷനൊക്കെ നിന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിർത്തുക എന്നൊരു ആലോചനയും ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല യുവാക്കളെയും അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതി ലീഗിലുണ്ട്. എന്തുകൊണ്ടാണ് ലീഗിനകത്തെ പോരാട്ടങ്ങൾ, ഇപ്പോൾ നജ്മ പോരാട്ടം നടത്തിയ ഒരാളാണ്, ഹരിത വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊക്കെ ഒരു പിന്നെ മുന്നോട്ട് പോകാനുള്ളൊരു വഴിക്കൊരു തടസ്സമാകുന്നുണ്ടോ രാഷ്ട്രീയത്തിൽ? ഇല്ലെന്നാണ് എൻ്റെ അനുഭവം. കാരണം ഞങ്ങൾ പോയിട്ടുള്ളൊരു വഴികൾ എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. കുറച്ച് ഹാർഡായിട്ടുള്ള വഴികളായിരുന്നു. പക്ഷേ എന്നാൽ പോലും മുമ്പുള്ളതിനേക്കാൾ സ്വീകാര്യതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടായിക്കൊണ്ട് ഇതിനുള്ളിൽ നിൽക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഒരാൾക്കോ രണ്ടാൾക്കോ എന്നുള്ളതല്ല, എല്ലാവർക്കും സാധിക്കുന്നുണ്ട്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇതേ രാഷ്ട്രീയ പാർട്ടിയിൽ തുടരുന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ചെറിയ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ MSF-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ 3 പേര് കയറിയിട്ടുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇൻക്ലൂഷൻ. ഇതൊക്കെ വളരെ ചെറിയ കാലത്തിനുള്ളിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങൾ അതിനുള്ളിലുണ്ട്, എല്ലായിടത്തും എന്ന പോലെ ഇവിടെയും ഉണ്ട്. പക്ഷേ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുന്നോട്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി PMS എല്ലാം 3 സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളൊന്ന് വനിതകൾക്ക് കൊടുക്കുന്നൊക്കെയുള്ള രൂപത്തിൽ. എന്തായാലും 2 സീറ്റിലേക്ക് ഒതുങ്ങി. എന്നാൽ പോലും കിട്ടില്ല എന്നുള്ള ഉറപ്പിൽ പറഞ്ഞതായിരിക്കും. 3 സീറ്റ് കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെയും പ്രതീക്ഷ. കിട്ടുമായിരുന്നെങ്കിൽ തന്നെ അതൊരു വനിതയ്ക്ക് കൊടുക്കുമായിരുന്നു. കൊടുക്കില്ല, അത് വെറുതെ പറയുന്നതല്ലേ. ചരിത്രങ്ങൾ എത്ര മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹരിത ആ ഘട്ടത്തിൽ ഒരുമിച്ച് നൽകിയ പരാതിയിലൊക്കെ എന്തായി നടപടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നടപടി ഉണ്ടാവുക എന്നുള്ളത് അത് വിശദമായി സംസാരിക്കേണ്ട കാര്യമാണ്. നടപടി ഉണ്ടാവുക എന്ന് ചോദിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ റിസൾട്ട് നോക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടെന്നേ 100% ഞാൻ പറയുന്നു. റിസൾട്ട് ഉണ്ട്. റിസൾട്ട് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അത് ഇൻക്ലൂഷൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സ്പേസ് കുറച്ചുകൂടി സൗഹൃദപരമായിട്ട് ഉണ്ടാവുക എന്നുള്ളതല്ലേ
ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ശേഷമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ, നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റില്ലേ. അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നീതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, BJP കുറച്ചുകൂടി സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നുണ്ട് എന്നൊരു പ്രതീതി അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലാണെങ്കിലും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ കൊടുക്കുന്നുണ്ട്, വനിതകൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്മൃതി ഇറാനി ആയാലും അതല്ലാതെ ധനമന്ത്രിയായാലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് കാണുമ്പോൾ BJPയിൽ കൂടുതൽ നേതാക്കൾ മുന്നോട്ട് വരുന്നു, വനിതാ നേതാക്കളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്ര സ്ഥാനാർത്ഥികൾ, 3 പേരുണ്ടല്ലോ. അപ്പോൾ അതൊരു വ്യത്യാസമാണ്. ഇപ്പോൾ പത്മജ പോയതും ആ രൂപത്തിലായിരിക്കാം. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രത്യേക തന്ത്രമാണ്. ആ തന്ത്രം എന്തുകൊണ്ടാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംശയിക്കാൻ പറ്റാത്തത്? അതിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് BJP കൊടുക്കുന്നു എന്നുള്ളത്, മന്ത്രിയൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അവരെടുക്കുന്ന സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ലല്ലോ. അവർ നിയമങ്ങളിലൊക്കെ വെള്ളം ചേർത്ത് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളടക്കം മാറ്റിമറിക്കുകയാണ്. അതല്ലാതെ ഒരു സ്ത്രീയെ അവിടെ ഇരുത്തി, ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ ഇന്ത്യൻ പ്രസിഡൻ്റാക്കി, എന്തേ കാര്യം? ഇന്ത്യൻ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ പോലും അവർക്ക് പോകാനുള്ള അനുവാദമല്ല. എവിടെയും അവരില്ല. അവരിങ്ങനെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഇവർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തതുകൊണ്ട് മാത്രമായില്ല, അവരെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കോവിഡിന് ശേഷമൊക്കെ UP പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അടച്ചുപൂട്ടിയ സ്കൂളുകൾ ഇതുവരെ തുറന്നിട്ടില്ല. അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോയിട്ടുള്ളത് സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്. 13 വയസ്സാകുമ്പോൾ പിടിച്ച് കല്യാണം കഴിക്കുകയാണ്. കാരണം എന്താ, സ്കൂളിലൊന്നും പോകുന്നില്ല, ഉച്ചക്കഞ്ഞി ഇല്ല, എന്നാൽ പിന്നെ പിടിച്ചാരെങ്കിലും തൊഴിലേൽപ്പിക്കാം. ഞങ്ങളതിനെക്കുറിച്ച് പഠനം തന്നെ നടത്തി, ഞങ്ങളെ സംഘടന ദേശീയ തലത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമമാണെങ്കിലും അതിൽ കേസെടുക്കാതിരിക്കുന്നതാണെങ്കിലും അതൊക്കെ ജാതിയും അതൊക്കെ വെച്ചിട്ട് കേസെടുക്കുന്ന രീതിയാണെങ്കിലും അതൊക്കെ നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ സ്ത്രീകളെ ആകർഷിച്ച് തൽക്കാലം കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിദ്യകളൊക്കെ അവർ നടത്തുന്നുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീകളോടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ സ്ത്രീവിരുദ്ധമാണ് കാഴ്ചപ്പാട് എന്നുള്ളതാണ് പ്രസിഡൻറ്റിൻ്റെ അടക്കം അനുഭവം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതേസമയം ഈ പറഞ്ഞ പോലെ അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പരിപാടികളുണ്ടല്ലോ, അത് അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഒരു ഗവൺമെന്റ് എന്നുള്ള രൂപത്തിൽ പിന്നെ ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ നടപ്പിൽ വരുത്തുന്നതിന്റെ പ്രൊസീജിയറിൽ മാരത്തൺ കൈമാറണോ, ഈ സാധനം വരുന്നു, അവരത് ചെയ്യുന്നു. അത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സ്ത്രീകൾക്ക് പറയുമ്പോൾ തന്നെ അതിന്റെ വില എത്രയൊക്കെ ചോദ്യം ഇവിടെ കിടക്കല്ലേ. 540 രൂപ കിട്ടിയ ഗ്യാസിന് ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ഒരു 100 രൂപ കുറച്ചു. അതിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ അത് ലോകത്താകെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ 100 രൂപേൻ്റെ കാര്യം പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്, അതും സ്ത്രീകളെ പറ്റിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കെ ശൈലജ ഞങ്ങൾ നടത്തിയൊരു സർവേയിൽ കെ ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ UDF മണ്ഡലങ്ങളിൽ പോലും ആ രൂപത്തിൽ ശൈലജയ്ക്ക് സ്വീകാര്യതയുണ്ട്. പക്ഷേ പാർട്ടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ശൈലജയെ വിടുന്നത് തന്നെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാനാണ് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. അതൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന വിമർശനങ്ങളാണ്. ഇപ്പോൾ സിറ്റിംഗ് മന്ത്രിമാർ മത്സരിക്കുന്നില്ലേ, അപ്പോൾ ഇവരിപ്പോൾ MP ആയി എന്നുള്ളതുകൊണ്ട് നാളെ മത്സരിച്ചുകൂടാ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. വടകര മണ്ഡലം CPIM നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കരുത്തയായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി. ആ പൊതു സ്വീകാര്യത ശൈലജയ്ക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ശൈലജനോട് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കുന്നത്. കാരണം ശൈലജയെ അങ്ങനെ ജനം അംഗീകരിക്കുന്നു എന്നുള്ളത് എല്ലാവരും, അവർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ നല്ല ശക്തിയായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ള അർത്ഥത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ കേരളത്തിൽ നിന്ന് അവരെ കെട്ടുകെട്ടിക്കുക എന്നുള്ള കാഴ്ചപ്പാടൊന്നും അതിനകത്തില്ല. നസ്മ, ഇപ്പോൾ UDFിനകത്ത് ലീഗ് ഇടതുപക്ഷത്തേക്ക് പോവുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം പല വിഷയങ്ങളും അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരെയുള്ള സംഭവങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിലൊക്കെ ഫലപ്രദമായി ഇടപെടുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇടതുപക്ഷമാണ്. പല വിഷയങ്ങളും സമസ്തയടക്കം CPMനെ പിന്തുണയ്ക്കുന്നതും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കോൺഗ്രസ് ഒരു വൈകലുണ്ട് ചില കാര്യങ്ങളിൽ. അത് ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെടുമോ എന്നൊരു ഭയത്തിൻ്റെ പുറത്താണ് പല കാര്യങ്ങളിലും അവർ പ്രതികരിക്കുക പോലും ചെയ്തിരിക്കുന്നത്, ഏക സിവിൽ കോഡ് വിഷയത്തിലടക്കം. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നജ്മയ്ക്ക് പറയാനുള്ളത്? ഇല്ല, പ്രാക്ടിക്കലി സ്പീക്കിംഗ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനാവുമ്പോൾ നമ്മൾ കോൺഗ്രസ് മുന്നണിയുടെ കൂടെ നിൽക്കുന്നതാണ് സ്വാഭാവികമായും. അത് കാലകാലങ്ങളായി നിന്ന് പോന്നിട്ടുള്ളതാണ്. ഇപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ ചെയ്യാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്യാൻ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്, അതിന് ശക്തി ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെയും കൂടി ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെ തുടരുകയുള്ളൂ എന്ന് നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞിട്ടുള്ളതുമാണ്. അതിനിടയിലുള്ള ഈ സംശയങ്ങളൊക്കെ വെറുതെ
ഉണ്ടാക്കി വന്ന പുകച്ചുരുളുകളല്ലേ. പക്ഷേ CPM-നെ സംബന്ധിച്ച് CPM-ൽ നേതാക്കൾ അങ്ങനെ BJP-യിലേക്ക് പോകുന്നില്ല എന്ന് അവർക്ക് ഭയങ്കര ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല, ശതമാനക്കണക്ക് വെച്ച് നോക്കിയാലേ എത്ര ആളുണ്ട് ഇന്ത്യയിൽ. അല്ല, ശതമാനമല്ല, അധികാര രാഷ്ട്രീയത്തിനോടുള്ള പ്രബദ്ധതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പുറത്ത് അധികാരം കിട്ടില്ലെങ്കിൽ അപ്പുറത്ത് പോയി അധികാരം കിട്ടുമെന്ന് കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതല്ല, പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടൊരു പിൻബലമില്ല. CPIM അങ്ങനെയല്ല. CPIM-ന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്ര പിൻബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPM. മറ്റത് അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രമൊന്നും അതിനില്ല. ഒരു ആൾക്കൂട്ടം പോലെ തന്നെ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടി അതിൻ്റെ സ്വാഭാവികമായിട്ട് ഭരണം അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെയാണ് സീറ്റ് സൗകര്യം കിട്ടുകയെന്ന് കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നു. അത്രയേ ഉള്ളൂ അതിനകത്ത്. പൊളിറ്റിക്കൽ സ്റ്റൈൽ സാഹചര്യം ഉണ്ടാവുന്നത്. നേരിട്ട് ഫോൺ വിളിച്ച് പത്മജയെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെയും ഒക്കെ പാർട്ടിയിലേക്ക് അല്ല, അത് ക്ഷണിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. അവർക്ക് ഞങ്ങളെ പാർട്ടിയിൽ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പൊ BJP വിളിക്കുന്നതും വ്യത്യാസം. അല്ല, വിളിക്കുക എന്ന് പറഞ്ഞാല് ഒരാൾ അപ്പുറത്ത് അസ്വസ്ഥമായി നിൽക്കുന്നു കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെ പാർട്ടിയിലേക്ക് വരുന്നു. ഈ പാർട്ടി ജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇവിടെ നന്നായി പ്രവർത്തിക്കുന്ന വേറെ നേതാക്കൾ നിൽക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ക്ഷണിച്ചു. അപ്പുറത്തുനിന്ന് ക്ഷണിക്കും, സ്വാഭാവികമാണ്. അല്ലാതെ അപ്പുറത്തുനിന്ന് ആൾ വന്നാലല്ലേ ഈ പാർട്ടി വളരുള്ളൂ. ഇപ്പോൾ പിന്നെ അപ്പുറത്തുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണല്ലോ പൊന്നാനിയിൽ സ്ഥാനാർത്ഥി, CPIM ഇടതുപക്ഷം പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് അസംതൃപ്തരായി നിൽക്കുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ഈ പ്രായോഗിക രാഷ്ട്രീയം BJP ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ അത് പറ്റില്ല. പക്ഷെ അതിൽ പോകുന്നത് ആരും എന്നുള്ളതാണ് പ്രശ്നം. പോകുന്നവരെ സംബന്ധിച്ചാണല്ലോ പോകുന്നവരെ പറ്റിയാണ് പറഞ്ഞത്, ക്ഷണിച്ചവരെ പറ്റിയല്ല. ക്ഷണിക്കാൻ ആർക്കും ക്ഷണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ മുസ്ലിം ലീഗിനും ഉണ്ട്, കോൺഗ്രസിനും ഉണ്ട്, BJP-ക്കും ഉണ്ട്, CPM-നും ഉണ്ട്. ആര് വേണമെങ്കിലും ക്ഷണിക്കാം. കാരണം ആര് വേണമെങ്കിലും ഈ പാർട്ടിയിലേക്ക് വരട്ടെ. വന്നു കഴിഞ്ഞിട്ടാണോ ആ നയത്തിനനുസരിച്ച്. ആ ക്ഷണം എന്താവും, പരസ്യമായിട്ടാവാം, നേരിട്ടാവാം, ഇതാണ്ട് ഓഫർ കൊടുത്ത്. അതെ, അതാണ് അത് ശരിയായ രീതിയല്ല. അത് ശരിയായ രീതിയല്ല എന്നുള്ളത് തന്നെയാ പറഞ്ഞത്. അതെ, അത് തന്നെ EP ജയരാജൻ ചെയ്തു. EP ജയരാജൻ ചെയ്തു എന്നുള്ളത് ആരാ പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും പറഞ്ഞത്. അതിപ്പോ EP ജയരാജൻ ലീഗുകാരും ക്ഷണിച്ചല്ലോ. ലീഗ് പരസ്യമായ ക്ഷണം വളരെ മാന്യമായൊരു ക്ഷണമാണ്, ഒരു രാഷ്ട്രീയ ശരിയാണ്. മറ്റത് അതുപോലെയല്ല. സ്വകാര്യമായി ക്ഷണിച്ചു എന്നുള്ളതിന് എൻ്റെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ പത്രങ്ങൾ പറയുന്ന വാർത്ത ഞാനും കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അങ്ങനെ ഏതെങ്കിലും പല വ്യക്തികളെയും ആയിട്ട് ബന്ധപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം നിയമസഭയിലും പാർലമെന്റിലൊക്കെ കേൾക്കാൻ ഇനി എത്ര കാലം കാത്തിക്കണം? ആരെ ശബ്ദം? അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. 10% കയറട്ടെ നമ്മുടെ നിയമസഭ. ഞാൻ പാർലമെന്റിലൂടെ മത്സരിച്ചാണല്ലോ. ആ ശബ്ദം കേൾക്കണമെന്ന് തോന്നാത്തോണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് പോവാതിരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണം? എന്ത് പ്രതീക്ഷയിൽ അവസാനിപ്പിക്കണം? എത്ര കാലം കൊണ്ട് നടപ്പാകും? ഞാൻ ഭയങ്കര പ്രതീക്ഷയോട് കൂടി കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാറ്റമുണ്ട്. അതെ അതെ അതെ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊരു മാറ്റം ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. കാരണം ആ രൂപത്തിലല്ലാതെ പ്രതികരിക്കുന്നവരെ പരസ്യമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മാറി. പിന്നെ ഈ ക്യാമ്പസുകളിൽ പെൺകുട്ടികളുടെ ഒരു ഭയങ്കരമായ പഴയ പോലെ ഒതുങ്ങിയിരുന്ന് എല്ലാം സഹിച്ചോളാമെന്ന് പറയുന്നില്ലല്ലോ. കാരണം സ്ത്രീകൾ നന്നായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കാനുള്ള ഒരു അവബോധം പൊതുവെ സ്ത്രീകളിൽ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും. ഇപ്പോൾ ഇവരുടെ ഹരിതയൊക്കെ വളരെ ഫൈറ്റ് ചെയ്ത് ഒരു കാലത്ത് വല്ലാതെ നിന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആ ഒരു ബോധം സ്ത്രീകളിൽ പൊതുവേ വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് കുടുംബശ്രീ പോലെയുള്ള സംവിധാനം, അടകത്ത് മാത്രം ഇരുന്നിരുന്ന സ്ത്രീകളെല്ലാം പുറത്തെത്തിച്ചതിൽ വലിയ റോളുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള അവബോധം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ സ്പേസ് ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു അവകാശവാദത്തിൻ്റെ ഭാഗം അല്ല, വെറുതെ ഒന്നും കിട്ടുന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ കിട്ടാനും പോകുന്നില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണത്തിന് 25 വർഷം കൂടി ആയല്ലോ. അപ്പൊ 25 വർഷത്തെ അനുഭവ പാരമ്പര്യമുള്ള രാഷ്ട്രീയക്കാരായ വളരെ മുതിർന്ന കേരളത്തിലെ പിന്നെ സ്ത്രീകളാണ് 56% ജനപ്രതിനിധികൾ. ഇപ്പോ അതൊക്കെ അതിന്റെ ഒരു പോസിറ്റീവ് വലിയൊരു മാറ്റത്തിലേക്ക് അവഗണിച്ച് ഇനി പോകാൻ കഴിയില്ല. കാരണം സ്ത്രീകൾ നിരന്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് അത് പൊതു സമൂഹത്തിന്റെ വിഷയങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് വോട്ട് കിട്ടണമല്ലോ, വോട്ട് എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ സ്ത്രീയുടെ വോട്ടിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ തുല്യതയ്ക്കായുള്ള ഈ പോരാട്ടം തുടരട്ടെ. ആ പ്രതീക്ഷയോടുകൂടി മലപ്പുറം മണ്ഡലത്തിലെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു.